ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വാക്കിന്റെ തന്നെ അതേ അർത്ഥം വരുന്ന മറ്റു ചില വാക്കുകൾ ഉണ്ടല്ലോ, സിനോണിംസ് നമ്മൾ പറയും. അടുത്തൊരു വാക്കാണ് ഓൺലി. ഓൺലി എന്ന് പറയുമ്പോഴേക്കും എന്താണ്? ഒരെണ്ണം മാത്രം അല്ലെങ്കിൽ ഏകമാത്രം എന്നൊക്കെ പറയൂലേ, അതാണ് ഓൺലി. അപ്പൊ ഈ ഓൺലി എന്ന് പറയുന്ന ആ വാക്കിന് തത്തുല്യമായിട്ട് നിൽക്കുന്ന സിനോണിംസ് ആയിട്ട് വരുന്ന വാക്കുകൾ നമുക്ക് ഇന്ന് പഠിക്കാം. ഓക്കെ, അപ്പൊ അതില് ആദ്യത്തെ വാക്കാണ് യുണീക്ക്. യുണീക്ക് എന്ന് പറയുന്ന ഒരു വാക്ക്, ഏകമാത്രമായിട്ടുള്ള അല്ലെങ്കിൽ വൺ ആൻഡ് ഓൺലി എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉള്ളൊരു വാക്കാണ് യുണീക്ക്. വ്യത്യസ്തനായ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള യുണീക്ക്. അപ്പൊ നമുക്ക് സെന്റൻസുകളിൽ എങ്ങനെയാണ് യുണീക്ക് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് നോക്കാം. ഈ പുസ്തകം പോലെ വേറൊരു പുസ്തകമില്ല, ഇത് ഒരു ഏകമാത്രമായിട്ടുള്ള ഒരു പുസ്തകമാണ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എങ്ങനെ പറയും? ഈ ബുക്ക്, ദിസ് ബുക്ക് ആണ് എന്നുള്ളതിന് ഈസ്. ദിസ് ബുക്ക് ഈസ് യുണീക്ക്. ദിസ് ബുക്ക് ഈസ് യുണീക്ക് എന്ന് പറഞ്ഞാല് ആ ബുക്കിനെ പോലെ ആ ബുക്ക് മാത്രമേ ഉള്ളൂ, വേറൊരു ബുക്കും ആ ബുക്കിന്റെ പോലെ വരില്ല. അതുകൊണ്ടാണ് ദിസ് ബുക്ക് ഈസ് യുണീക്ക് എന്ന് പറയുന്നത്. ഇനി അവളുടെ ശബ്ദം പോലെ വേറെ ആർക്കും ശബ്ദമില്ല, അവളുടെ ശബ്ദം പോലെ ശബ്ദം അവൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? അവളുടെ ശബ്ദം എന്ന് പറയുമ്പോഴേക്കും അവളുടെ എന്നുള്ള വാക്ക് ഏതാണ്? ഹേർ. 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 ഓക്കെ, അവളുടെ ശബ്ദം എന്ന് പറയുമ്പോ ഹേർ വോയിസ്. ഹേർ വോയിസ് ആണ് എന്നുള്ളതിന് ഈസ്. ഹേർ വോയിസ് ഈസ്. അവളുടെ ശബ്ദം ഏകമാത്രമാണെന്നുള്ളതിന് നമ്മൾ യുണീക്ക്. ഹെർ വോയിസ് ഈസ് യുണീക്ക് എന്ന് പറഞ്ഞാല് അവളുടെ ശബ്ദം പോലെ വേറെ ആർക്കും ശബ്ദമില്ല എന്നാണ് അർത്ഥം. ഓരോ വ്യക്തിയും ഏകമാത്രമാണ്, അല്ലെങ്കിൽ ആ വ്യക്തി എന്ന് പറയുന്നത് ആ വ്യക്തി മാത്രമാണ്, വേറെ ആരും അതുപോലെ വരില്ല എന്നുള്ള ഒരു അർത്ഥത്തില് നമ്മൾ എങ്ങനെ പറയും? ഓരോ വ്യക്തി എന്നുള്ള വാക്ക് ഏതാണ്? ഓരോ. ഈച്ച്. ഈച്ച്. ഈച്ച് എന്ന് വെച്ചാൽ ഓരോ. ഓരോ വ്യക്തി. ഈച്ച് പേഴ്സൺ. ഈച്ച് പേഴ്സൺ. ഈസ്. ഈച്ച് പേഴ്സൺ ഈസ് യുണീക്ക്. ഈച്ച് പേഴ്സൺ ഈസ് യുണീക്ക്. ഓരോ വ്യക്തിയും വ്യത്യസ്തനാണ്, അല്ലെങ്കിൽ ഓരോ വ്യക്തിയും ഏകമാത്രനാണ് എന്നാണ് അർത്ഥം. അടുത്തൊരു വാക്കാണ് ഡിസ്റ്റിങ്റ്റീവ് എന്ന് പറയും. ഡിസ്റ്റിങ്റ്റീവ് അതായത് മറ്റുള്ളതിൽ നിന്നൊക്കെ വേർതിരിഞ്ഞ് നിൽക്കുന്നത്, അതായത് അതിനെ മാത്രം നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുള്ളൂ. ഓൺലി എന്നുള്ള അർത്ഥം തന്നെയാണ്. അപ്പോ ഏകമാത്രം എന്നുള്ള അർത്ഥം തന്നെയാണ് ഡിസ്റ്റിങ്റ്റീവ്. വ്യതിരിക്തനായ അല്ലെങ്കിൽ വ്യതിരിക്തമായ, വ്യത്യസ്തമായ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഈ ഡിസ്റ്റിങ്റ്റീവിന് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് സെന്റൻസുകളിൽ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് പരിശോധിക്കാം. ഓരോ ആർട്ടിസ്റ്റിനും അവരുടേതായിട്ടുള്ള സ്റ്റൈലുണ്ട്, വ്യത്യസ്തമായ സ്റ്റൈലുണ്ട്. ഓരോ ആർട്ടിസ്റ്റിനും വ്യത്യസ്തമായ സ്റ്റൈലുകളുണ്ട്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള രീതികളുണ്ട് എന്നൊക്കെ നമ്മൾ എങ്ങനെ പറയും? അപ്പൊ ഓരോ ആർട്ടിസ്റ്റ് എങ്ങനെ പറയും? ഓരോ എന്നുള്ള വാക്ക് ഏതാണ്? ഈച്ച്. ഈച്ച്. ഈച്ച് ആർട്ടിസ്റ്റ്. ഈച്ച് ആർട്ടിസ്റ്റ്. ഓരോ ആർട്ടിസ്റ്റ്. ആ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുമ്പോ ഹാസ്. ഈച്ച് ആർട്ടിസ്റ്റ് ഹാസ്. ഈച്ചിന്റെ കൂടെ ഈച്ച് എന്നുള്ള ഇത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സിംഗുലർ ആയിട്ടുള്ള ഒരു ഹെൽപ്പിംഗ് വെർബാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഹാവും ഹാസും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്, കാരണം സിംഗുലർ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈച്ച് ആർട്ടിസ്റ്റ് ഹാസ്. ഇനി വ്യത്യസ്തമായ അല്ലെങ്കിൽ ഏകമാത്രമായ എന്നുള്ളതിന് ഉപയോഗിക്കുന്ന വാക്ക് ഡിസ്റ്റിങ്റ്റീവ്. ഓക്കെ, ഡിസ്റ്റിങ്റ്റീവ്. അപ്പൊ ഈച്ച് ആർട്ടിസ്റ്റ് ഹാസ് ഡിസ്റ്റിങ്റ്റീവ് സ്റ്റൈൽ. ഈച്ച് ആർട്ടിസ്റ്റ് ഹാസ് ഡിസ്റ്റിങ്റ്റീവ് സ്റ്റൈൽ. അതായത് ഓരോ ആർട്ടിസ്റ്റിനും അവരവരുടേതായിട്ടുള്ള സ്റ്റൈലുണ്ട് എന്നാണ് അതിനർത്ഥം. ഈ ഇലയുടെ ഷേപ്പ് മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ്, അതായത് വ്യതിരിക്തമായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഷേപ്പാണ് ഇതിനുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഇതിന്? ഈ ഇല, ദിസ് ലീഫ്, അതിനുണ്ട്. അപ്പൊ അത് സിംഗുലർ ആണ്, ഒരു ഇലയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഹാസ്. ദിസ് ലീഫ് ഹാസ് എങ്ങനെയാണ്? വ്യത്യസ്തമായ. ഡിസ്റ്റിങ്റ്റീവ്. ഡിസ്റ്റിങ്റ്റീവ് എന്താണുള്ളത്? ആകൃതി, ഷേപ്പ്. ദിസ് ലീഫ് ഹാസ് ഡിസ്റ്റിങ്റ്റീവ് ഷേപ്പ്. അടുത്തൊരു വാക്കാണ് ഹാർഡ്ലി. ഹാർഡ്ലി എന്ന് പറയുമ്പോഴേക്കും ഈ ഓൺലി എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത്. ഓൺലി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിവിടെ
ഹാർഡ്ലി ഉപയോഗിക്കുന്നത്. ചില കാര്യങ്ങളിൽ നമ്മൾ നെഗറ്റീവ് നോ എന്ന് പറയുന്നതിന് ഹാർഡ്ലി ഉപയോഗിക്കാറുണ്ട്. ഐ വർക്ക് ഹാർഡ്ലി എന്ന് പറയുമ്പോഴേക്കും എന്താണ് അതിന്റെ അർത്ഥം? ഐ ഡോണ്ട് വർക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഓൺലി എന്നുള്ള അർത്ഥത്തിൽ ഹാർഡ്ലി ഉപയോഗിക്കാറുണ്ട് എന്ന് കാണിക്കുന്നതിനാണ് നമ്മൾ ഇവിടുത്തെ എക്സാമ്പിൾസ് ഒക്കെ നോക്കുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാം. ഷീ ഹാർഡ്ലി ന്യൂ ഹിം. ഷീ ഹാർഡ്ലി ന്യൂ ഹിം എന്ന് പറയുമ്പോഴേക്കും ഷീ എന്നുള്ളത് അവൾ അല്ലെ, ഹാർഡ്ലി എന്ന് വെച്ചാൽ ഒള്ളി എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഷീ ഒള്ളി. ന്യൂ എന്ന് പറയുമ്പോ നോ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുക എന്നുള്ള വാക്കാണ്. അതിന്റെ പാസ്റ്റ് കഴിഞ്ഞ കാലത്തിലെ ഫോം ആണ് ഏത്? ന്യൂ. ഷീ ഹാർഡ്ലി ന്യൂ ഹിം. അവനെ അറിഞ്ഞത് അവള് മാത്രമാണ്. അതാണ് അതിന്റെ അർത്ഥം. അവനെ അവള് മാത്രമേ അറിഞ്ഞുള്ളൂ എന്നുള്ള രീതിയിലാണ് ഉപയോഗിച്ചിരുന്നത്. ഷീ ഹാർഡ്ലി ന്യൂ ഹിം. അവൻ മാത്രമേ സിനിമയ്ക്ക് പോകുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ ഈ ഹാർഡ്ലി ഉപയോഗിച്ചിട്ട് എങ്ങനെ പറയും? അവൻ മാത്രമേ സിനിമയ്ക്ക് പോകുന്നുള്ളൂ. അപ്പൊ അവൻ, ഹി മാത്രം, ഹാർഡ്ലി, ഹി ഹാർഡ്ലി. പോകുക എന്നുള്ള വാക്ക് എങ്ങനെയാണ്? ഗോ. പക്ഷെ ഹി ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. ഇവിടെ പ്രോനൗൺ ആയിട്ട് അല്ലെങ്കിൽ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പ്രോനൗൺ ആണ് ഏത്? ഹി. അപ്പൊ ഹി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ക്രിയയുടെ കൂടെ എസ് ചേർക്കണം, അല്ലെങ്കിൽ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കണം. ഇവിടെ നമുക്ക് ഗോ എന്ന് പറയുന്ന ഒരു വെർബാണ് അല്ലെ, പോകുക എന്ന് പറയുന്ന വെർബാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇ എസ് ചേർക്കും. അപ്പൊ ഹി ഹാർഡ്ലി ഗോസ്. എവിടെയാ പോകുന്നത്? ഗോസ് ടു ദ മൂവി. ഹി ഹാർഡ്ലി ഗോസ് ടു ദ മൂവി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവൻ മാത്രമേ സിനിമയ്ക്ക് പോകുന്നുള്ളൂ എന്നാണ്. ഹി ഹാർഡ്ലി സെഡ് എ വേർഡ് ഇൻ ദ മീറ്റിംഗ്. He hardly said a word in the meeting എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം അവൻ വളരെ കുറച്ച്, he said only a few words എന്നുള്ള രീതിയിലാണ്. മീറ്റിങ്ങിന് കുറച്ച് വാക്കുകൾ മാത്രമേ അവൻ സംസാരിച്ചുള്ളൂ. He said only a few words in the meeting എന്നുള്ളൊരു അർത്ഥത്തിലാണ് നമ്മളിവിടെ he hardly said a word in the meeting എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ആ രീതിയിലും നമുക്ക് ഈ ഹാർഡ്ലി സെന്റൻസുകളിൽ ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ഒരു വാക്കാണ് എബിലിറ്റി എന്ന് പറയുന്നത്. എബിലിറ്റി എന്ന് വെച്ചാൽ കഴിവ് എന്നുള്ള രീതിയിലാണ് അല്ലെ. കഴിവ്, പ്രാപ്തി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ എബിലിറ്റിക്ക് സിനോണിംസ് ആയിട്ട് വരുന്ന മറ്റു വാക്കുകൾ നമുക്ക് പഠിക്കാം. എബിലിറ്റിക്ക് സിനോണിംസ് അല്ലെങ്കിൽ സമാന പദങ്ങളായിട്ട് വരുന്നത്. അപ്പൊ ഒന്നാമത്തെ പദമാണ് കപ്പാസിറ്റി. കപ്പാസിറ്റി എന്ന് പറയുമ്പോഴേക്കും നമുക്ക് അതിന് എന്തെങ്കിലും ഒരു കാര്യം ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ്, ഉൾക്കൊള്ളാനുള്ള കഴിവ് എന്നൊക്കെ പറയില്ലേ, എന്തുമാത്രം ശേഷിയുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ കപ്പാസിറ്റി എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കപ്പാസിറ്റി എങ്ങനെയാണ് സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നത് നോക്കാം. ചെറിയ ഒരു മുറിക്ക് വളരെ പരിമിതമായിട്ടുള്ള കപ്പാസിറ്റി ഉള്ളൂ. അതിനെ നമ്മൾ സെന്റൻസ് ആക്കി എങ്ങനെ പറയും? ദ സ്മോൾ റൂം അല്ലെ, ചെറിയ മുറി. ദ സ്മോൾ റൂം. അതിന് ഉണ്ട് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? ഇവിടെ സിംഗുലർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഒരൊറ്റ പദം അല്ലെ. ഒരു റൂമിന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹാസ് ഉപയോഗിക്കണം. ഓക്കെ. ദ സ്മോൾ റൂം ഹാസ്. എങ്ങനെയുള്ള കപ്പാസിറ്റിയാണ് ഉള്ളത്? പരിമിതമായിട്ടുള്ളത്. പരിമിതം എന്നുള്ള വാക്ക് ഏതാണ്? ലിമിറ്റഡ് അല്ലെ. ദ സ്മോൾ റൂം ഹാസ് limited capacity. Limited capacity. The small room has limited capacity. അതായത് ആ ഒരു ചെറിയ മുറിക്ക് വളരെ പരിമിതമായിട്ടുള്ള ഒരു ഉൾക്കൊള്ളാനുള്ള ശേഷിയാണ് ഉള്ളത് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബസ്സിന് 40 സീറ്റിന്റെ കപ്പാസിറ്റി ഉള്ളൂ. അതായത് 40 സീറ്റ് ഉൾക്കൊള്ളാനുള്ള ആ ഒരു സ്പേസ് ആ ബസ്സിലുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ആ ബസ്സിൽ 40 സീറ്റേ ഉള്ളൂ എന്നുള്ള സെൻസിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? The bus has the capacity of 40 seats. The bus has the capacity of 40 seats. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഈ റൂമിന് ഇത്രയും കപ്പാസിറ്റി ഉള്ളൂ, അല്ലെങ്കിൽ ഈ റൂമിൽ 40 ചെയർ ഇടാനുള്ള കപ്പാസിറ്റി ഉള്ളൂ എന്നൊക്കെ പറയൂലേ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? The room has the capacity of 40 chairs. The room has the capacity of 40 chairs. ഈ രീതിയിൽ നമുക്ക് കപ്പാസിറ്റി അളക്കാനായിട്ട്
ഇനി നമുക്ക് അല്ലാത്ത രീതിയിലും കപ്പാസിറ്റി പറയാം അല്ലെ, ആളുകളുടെ കപ്പാസിറ്റി. അപ്പൊ ആ രീതിയിൽ ഒരു സെന്റൻസ് നമുക്ക് നോക്കാം. അവൻ അവന്റെ പൂർണ്ണമായിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ച് ഫുൾ ആയിട്ടുള്ള കഴിവ് ഉപയോഗിച്ചിട്ട് ജോലി ചെയ്യുന്നു എന്നെങ്ങനെ പറയും? അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നെങ്ങനെയാണ് നമ്മൾ സെന്റൻസിൽ പറയുന്നത്? അവൻ, ഹി ചെയ്തുകൊണ്ടിരിക്കുന്നു, തുടർന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ? ഈസ് വർക്കിംഗ് അല്ലെ, ഈസ് വർക്കിംഗ്, ഹി ഈസ് വർക്കിംഗ്. എങ്ങനെ? അവന്റെ പൂർണ്ണമായിട്ടുള്ള കഴിവുകളോടുകൂടി, വിത്ത് ഹിസ് ഫുൾ കപ്പാസിറ്റി. ഹി ഈസ് വർക്കിംഗ് വിത്ത് ഹിസ് ഫുൾ കപ്പാസിറ്റി. അവൻ അവന്റെ പൂർണ്ണമായിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോലി. കഴിവ്, പ്രാപ്തി എന്നുള്ള അർത്ഥത്തിൽ വരുന്ന അടുത്തൊരു സമാന പദമാണ് കേപ്പബിലിറ്റി. കേപ്പബിലിറ്റി. അപ്പൊ കേപ്പബിലിറ്റി എങ്ങനെയാണ് സെന്റൻസുകൾ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അവൾക്ക് പഠിക്കാനുള്ള നല്ല കഴിവുണ്ട്, അവൾക്ക് പഠിക്കാനുള്ള നല്ല കഴിവുണ്ട് എന്നങ്ങനെ പറയും? അവൾക്കുണ്ട്, ഷീ ഹാസ്. നല്ല കഴിവുണ്ട് അല്ലെ, ഷീ ഹാസ് എ ഗ്രേറ്റ് കേപ്പബിലിറ്റി. എ ഗ്രേറ്റ് കേപ്പബിലിറ്റി. എന്തിനുള്ള കേപ്പബിലിറ്റി? അവിടെ നമ്മൾ പ്രിപ്പോസിഷൻ ഉപയോഗിക്കണം ഫോർ. അപ്പൊ കേപ്പബിലിറ്റി ഫോർ. അപ്പൊ കേപ്പബിൾ അല്ലെങ്കിൽ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ എന്തായിരിക്കും? എപ്പോഴും ഫോർ ആണ്. അപ്പൊ കേപ്പബിൾ ഫോർ അല്ലെങ്കിൽ കേപ്പബിലിറ്റി ഫോർ എന്നൊക്കെ പറയുള്ളൂ. അപ്പൊ ഷീ ഹാസ് എ ഗ്രേറ്റ് കേപ്പബിലിറ്റി ഫോർ. എന്തിനുള്ള കഴിവാണുള്ളത്? പഠിക്കുന്നതിന്. അപ്പൊ ലേണിംഗ്. ഷീ ഹാസ് എ ഗ്രേറ്റ് കേപ്പബിലിറ്റി ഫോർ ലേണിംഗ്. കണ്ടോ? കുട്ടികളുടെ കഴിവുകള് വർദ്ധിപ്പിക്കുക. കുട്ടികളുടെ കഴിവുകള് വർദ്ധിപ്പിക്കുക. അതിന് നമ്മൾ വർദ്ധിക്കുക എന്നുള്ള വാക്ക് ഏതാണ്? ഇൻക്രീസ് അല്ലെ. ഇൻക്രീസ് അല്ലെങ്കിൽ നമുക്ക് പുരോഗതി ഉണ്ടാക്കുക എന്നുള്ള ഒരു സെൻസിൽ ഉപയോഗിക്കുമ്പോഴേക്കും നമ്മൾ എങ്ങനെ പറയും? ഇംപ്രൂവ്. ഇംപ്രൂവ് അല്ലെ. ഇംപ്രൂവ്. എന്ത് ഇംപ്രൂവ് ചെയ്യണം? കുട്ടികളുടെ. അപ്പൊ ഇംപ്രൂവ് സ്റ്റുഡൻസ്. കുട്ടികളുടെ അപ്പോസ്ട്രോഫി ഇട്ടിട്ടാണ് നമ്മൾ പറയുന്നത്. ഇംപ്രൂവ് സ്റ്റുഡൻസ് എന്ത്? കേപ്പബിലിറ്റീസ്. അവരുടെ കഴിവുകൾ, സ്റ്റുഡൻസിന്റെ കഴിവുകൾ എന്നുള്ളത് കേപ്പബിലിറ്റിയുടെ പ്ലൂറൽ ആണ് നമ്മൾ ഉപയോഗിച്ചത്, കേപ്പബിലിറ്റീസ്. ഓക്കെ, ഇംപ്രൂവ് സ്റ്റുഡൻസ് കേപ്പബിലിറ്റീസ്. ഇനി ഇംപ്രൂവിന് പകരം നമുക്ക് അവരുടെ കഴിവുകൾ കെട്ടിപ്പടുക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കുമ്പോഴേക്കും അവിടെ ഇംപ്രൂവിന് പകരം നമ്മൾ ബിൽഡ് എന്ന് പറയുന്ന ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്. നിർമ്മിക്കുക, കെട്ടിപ്പടുക്കുക. അപ്പൊ ബിൽഡ് സ്റ്റുഡൻസ് കേപ്പബിലിറ്റീസ്. ബിൽഡ് സ്റ്റുഡൻസ് കേപ്പബിലിറ്റീസ്. ഇനി അടുത്ത് വരുന്ന സമാന പദമാണ് സ്കിൽ. സ്കിൽ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ നൈപുണ്യം, വൈദഗ്ധ്യം എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ സ്കിൽസ്. നമുക്ക് സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്, ഹാർഡ് സ്കിൽസ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള സ്കിൽസ് ഉണ്ട്. ഈ നൈപുണ്യങ്ങൾ എന്നുള്ള രീതിയിലാണ് സ്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ സെന്റൻസുകളിൽ എങ്ങനെയാണ് സ്കിൽ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. അവൾ എഴുതുന്നതിൽ നിപുണയാണ്, അവൾക്ക് എഴുതാനായിട്ട് കഴിയും എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അപ്പൊ എങ്ങനെയാണ് ഇതിനെ ഇംഗ്ലീഷിലേക്ക് ആക്കുന്നത്? അവളുടെ, ഹർ, നൈപുണ്യം, സ്കിൽ. ഹർ സ്കിൽ ആണെന്നുള്ളത് ഈസ്. ഹർ സ്കിൽ ഈസ് എഴുതുന്നതിൽ, ഇൻ റൈറ്റിംഗ്. ഹർ സ്കിൽ ഈസ് ഇൻ റൈറ്റിംഗ്. അപ്പോ അവൾക്ക് പാടുന്നതിലാണ് നൈപുണ്യം എന്നെങ്ങനെയാവും? ഹർ സ്കിൽ ഈസ് ഇൻ സിംഗിങ്. ഓക്കെ, ആ രീതിയിൽ ഉപയോഗിക്കാം. ഈ ആർട്ടിസ്റ്റിന്റെ നൈപുണ്യം അത്ഭുതകരമാണ് അല്ലെങ്കിൽ അത്ഭുതാവഹമാണെന്നൊക്കെ പറയൂലേ, അങ്ങനെ നമ്മൾ എങ്ങനെ? അത്ഭുതാവഹം എന്നുള്ള വാക്ക് ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അമേസിംഗ് എന്ന് പറയും അല്ലെ, അമേസിംഗ്. അപ്പൊ ഈ ആർട്ടിസ്റ്റിന്റെ കഴിവ്, ദിസ് ആർട്ടിസ്റ്റ്, അവിടെ അപ്പോസ്ട്രോഫി ഇട്ടിട്ട് എസ് ഇടണം. ആർട്ടിസ്റ്റ് സ്കിൽ ഈസ് അമേസിംഗ്. ദിസ് ആർട്ടിസ്റ്റ് സ്കിൽ ഈസ് അമേസിംഗ്. നിങ്ങളുടെ കഴിവ് അത്ഭുതകരമാണ് എന്നങ്ങനെ പറയും? യുവർ സ്കിൽ ഈസ് അമേസിംഗ്. കണ്ടോ? ഇവിടെ യുവർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എന്നല്ലേ, യുവർ സ്കിൽ ഈസ് അമേസിംഗ്. പ്രാക്ടീസ് നിങ്ങളുടെ നൈപുണ്യത്തെ കൂട്ടും അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു സെൻസിൽ ഒരു സെന്റൻസ് പറഞ്ഞേ. പ്രാക്ടീസ് വിൽ, അത് ഫ്യൂച്ചറിലല്ലേ പറയുന്നത്. അപ്പൊ പ്രാക്ടീസ് വിൽ ഇംപ്രൂവ് അല്ലെ, പ്രാക്ടീസ് വിൽ ഇംപ്രൂവ് നിങ്ങളുടെ നൈപുണ്യത്തെ, യുവർ സ്കിൽ. പ്രാക്ടീസ് വിൽ ഇംപ്രൂവ് യുവർ സ്കിൽ.
പ്രാക്ടീസ് വിൽ ഇംപ്രൂവ് യുവർ സ്കിൽ. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അത് നിങ്ങളുടെ ഇംഗ്ലീഷിലുള്ള സ്കില്ല് കൂട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും